നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞാൻ വാഴ്ന്നു പറഞ്ഞിട്ട് ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചിട്ട് ഖുർആനിന്റെ ആയത്ത് ഓതി പറഞ്ഞിട്ട് ഈ ആദർശത്തെ ഏതെങ്കിലും ഒരു വളച്ചുകെട്ടോടെ ഏതെങ്കിലും മറച്ചു വെച്ച് ഞാൻ പറഞ്ഞാൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. എന്റെ റബ്ബിനോട് എനിക്ക് ഉദുരിനെ ബോധിപ്പിക്കാനാണ് മക്കരപ്പറമ്പ് ഈ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഈ ജനങ്ങളിലേക്ക് മൈക്ക് കെട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർ വേദി കെട്ടിയിട്ടുണ്ട് നാഥാ എന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൗത്യ നിർവഹണമാണിത്. ഉറക്കെ പറയട്ടെ, ശക്തമായി പറയട്ടെ, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പച്ചയായ നിലക്ക് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഉസ്താദമാരില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? ചോദ്യം ചെയ്യണ്ടേ നമ്മൾ? ഇത് അരുത് എന്ന് പറയണ്ടേ നമ്മൾ? ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കേ, ആരാണെന്ന് പറഞ്ഞു തരും. അത് ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് വളച്ചു കെട്ടില്ലാതെ മക്കൾ പറയൂലേ? പക്ഷേ അവിടെ നിന്ന് മാറി ഔലിയാക്കളാണ് ഇതിന്റെ ആളുകളെന്ന് പച്ചക്ക് പറയാൻ തുടങ്ങുന്നു. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ഉപരിലോകത്തിരുന്നു കൊണ്ട് ഭൂമിയിലേക്കുള്ള സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത് റബ്ബിന്റെ സിഫത്താണ്. ലോകം നിയന്ത്രിക്കുക എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്. ആ സിഫത്ത് റബ്ബല്ലാത്ത ഒരാൾക്കും നമ്മൾ വകവെച്ചുകൂടാ, വേറെ ഒരാൾക്കും നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. എത്ര ഗൗരവമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ കൽബിനോട് ചോദിക്കാം. റബ്ബല്ലാത്ത ഒരാളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും വഴിപാടുകളും നമ്മൾ സമർപ്പിച്ചുകൂടാ. നോക്കൂ നിങ്ങൾ, ദുആ, പ്രാർത്ഥന എന്ന ആ തേട്ടത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം എന്താ അറിയോ? ലഹു ദഅവത്തുൽ ഹഖ്, സത്യമായ പ്രാർത്ഥന, യഥാർത്ഥമായ പ്രാർത്ഥന. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ് ഹഖായ പ്രാർത്ഥന, സത്യമായ പ്രാർത്ഥന. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയില്ലേ, റബ്ബല്ലാത്തവരോടുള്ള ദുആയില്ലേ, ആ ദുആ ഏതുപോലെയാണെന്ന് അറിയുമോ? ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ, ഇല്ലാ കബാസിത് കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫാ. വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടിയിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെയാണ് അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്താൽ, റബ്ബല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയാൽ. എന്തുപോലെ? വെള്ളത്തിലേക്ക് കൈനീട്ടി പിടിച്ചിട്ട് വെള്ളം ചോദിക്കുന്നത് പോലെ. മക്കരപ്പറമ്പ് പ്രദേശത്ത് ഒരു കിണറുണ്ട്. നിങ്ങൾ സങ്കല്പിക്കും, വെറുതെ വലിയൊരു കിണറുണ്ട്. കിണറിൽ കുറെ വെള്ളമുണ്ട്, ആഴത്തിൽ കിടക്കുന്ന വെള്ളം കോരാൻ ബക്കറ്റില്ല, കപ്പില്ല, കയറില്ല. വെള്ളം കോരിയെടുക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, മോട്ടോർ സംവിധാനമൊന്നുമില്ല. കുറച്ച് ആൾക്കാർക്ക് വെള്ളം വേണം. ആ കിണറ്റിന്റെ ചുറ്റിലും ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടിട്ട് പറയാണ്, വെള്ളം കിട്ടുമോ, വായിലേക്ക് വെള്ളത്തോ? ഇങ്ങനെ ഒരു ഉദാഹരണം പഠിച്ചോൻ പറയാണ്, ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നത്. ഇതിലപ്പുറം എന്ത് വിശദീകരണം വേണ്ടി? എന്തേ കാരണം? ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോടോ വസ്തുവിനോടോ ശക്തിയോടോ നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആഇനെ അവർ കേൾക്കുകയില്ല. ലോകത്തൊരാളും ദുആ കേൾക്കില്ല, അല്ലാത്തൊരു ശക്തിയും ദുആ കേൾക്കില്ല. ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 വചനങ്ങളിൽ അല്ലാഹ് പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ അളല്ലു, വഴി പിഴച്ചവൻ ആരാണെന്നറിയുമോ? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹ് പറയാണ്, മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ വചനം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ ആരാ?
ആരാ? ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ ആരാ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ചില വ്യാഖ്യാനങ്ങൾ പറയും അത് അസ്നാമുകളെയാണ് ഉദ്ദേശിച്ചത്, വിഗ്രഹങ്ങളെയാണ് ഉദ്ദേശിച്ചത്. അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഉത്തരം ചെയ്യാനും പിന്നെ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയുന്നവരിൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും കേൾക്കും, അവർ ഉത്തരം ചെയ്യുന്നുള്ളിടത്താണ്. അവിടെയാണ് പഠിച്ചത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു വ്യാഖ്യാനം പോലും അങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയോ ഏതെങ്കിലും ഒരു മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരോ അങ്ങനെ എഴുതി വെച്ച ഒരു വാക്ക് അമ്പിയാക്കളും മൗലിയാക്കളും ദുആക്ക് ഉത്തരം നൽകുമെന്ന വാക്ക് എവിടെങ്കിലും ഉണ്ടോ? അല്ലാഹ് പറയാണ് മിമ്മയദഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരെന്ന് പറഞ്ഞാൽ അതിൽ അസ്നാമുകൾ വിഗ്രഹങ്ങൾ പെട്ടു, അതിൽ അമ്പിയാക്കൾ പെട്ടു, അതിൽ ഔലിയാക്കൾ പെട്ടു, അതിൽ ശുഹദാക്കൾ പെട്ടു, സ്വാലിഹീങ്ങൾ പെട്ടു, ജിന്നുകൾ പെട്ടു, മലക്കുകൾ പെട്ടു, എല്ലാം പെട്ടു. റബ്ബല്ലാത്ത ഒരു ശക്തിയും ദുആ കേൾക്കൂല. ഇത് ഖുർആൻ ഗണ്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം. എന്നിട്ട് പടച്ചോൻ പറഞ്ഞ വാക്കെന്താ? അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? നോക്കൂ നിങ്ങൾ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും, നിങ്ങൾ പ്രാർത്ഥിച്ചവരില്ലേ അവരാണ് വഹും, നിങ്ങൾ ആരോട് തേടിയോ അവർ അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങളുടെ ദുആഇനെ തൊട്ടവർ അശ്രദ്ധരാണ്. റബ്ബല്ലാത്ത ആരോട് നിങ്ങൾ ചോദിച്ചോ അവർ നിങ്ങളുടെ ദുആഇനെ തൊട്ട് അശ്രദ്ധരാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വഇദാ ഹുശറന്നാസ്, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്ത് നാളിൽ കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, നിങ്ങൾ ആരോട് തേടിയോ അവർ നിങ്ങളുടെ ദുആഇനെ, നിങ്ങളുടെ ഇബാദത്താകുന്ന ആ ദുആയാകുന്ന ഇബാദത്തിനെ അവർ നിഷേധിച്ച് കളയുന്നതാണ്. അമ്പിയാക്കന്മാർ നിഷേധിച്ച് കളയും, അമ്പിയാക്കന്മാർ നിഷേധിച്ച് കളയും, ഔലിയാക്കന്മാർ നിഷേധിച്ച് കളയും. ഞങ്ങൾ പറഞ്ഞിട്ടില്ല പടച്ചോനെ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച ശറഫുൽ അനാമിന്റെ കിതാബ് തുറന്നു വെച്ച്, മങ്കൂസ് മൗലൂദിന്റെ കിതാബ് തുറന്നു വെച്ച് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലി, നമ്മുടെ സമുദായം ആവർത്തിച്ച് ചൊല്ലി, അർത്ഥമറിയാതെയാണ് ചൊല്ലുന്നത്. സാധാരണക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തുകയില്ല. സഹോദരങ്ങളെ, പറഞ്ഞു തരേണ്ട പണ്ഡിതന്മാർ വളച്ചു വെച്ചതാണ് പ്രശ്നമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എത്ര മഹത്തരമായി ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആദർശത്തിൽ നിന്ന്, മാല കിതാബുകളിൽ പഠിപ്പിക്കുന്ന ആദർശത്തിലൂടെ മനുഷ്യന്മാരിങ്ങനെ വഴി തെറ്റിക്കൊണ്ടുപോകുകയാണ്. ഖുർആൻ വ്യക്തമായ നിലക്ക് പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് അല്ലേ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു. ഇല്ലേ? ഒന്നാമത്തെ ലെപ്പുള്ളടുത്ത് പരിശോധിച്ചു, ഒറ്റ ആദ്യത്തെ വരി അവിടെ തന്നെ പഠിച്ചു. അബ്ദുക്കൽ മിസ്കീനു യർജു, അബ്ദുക്കൽ മിസ്കീൻ, നബിയേ നിങ്ങളുടെ പാവപ്പെട്ട അടിമ ഇതാ വന്നിരിക്കുന്നു. നബിയേ, നമ്മൾ അള്ളാന്റെ റസൂലിന്റെ അടിമയാണോ? റസൂലടക്കം അല്ലാഹുവിന്റെ അടിമയല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ അബ്ദുള്ളയല്ലേ, അള്ളാന്റെ അടിമകളല്ലേ? പക്ഷേ മാലക്കിതാബിന്റെ തുടക്കം എടുത്ത് പരിശോധിച്ചാൽ കാണാം അബ്ദുക്കൽ മിസ്കീനു യർജു, അതേ അടിമ മടങ്ങി വന്നിരിക്കുകയാണ് നബിയേ, താങ്കളുടെ അടിമ. അവിടെ തന്നെ പഠിച്ചു. എന്നിട്ട് പറയുന്ന വാക്കെന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. എന്നിട്ട് പറയാണ് ഫഅഗ്സിനി വഅജ്റിനി യാ മുജീറു മിനസ് സഗീർ. അഗ്സിനി, കൈപിടിക്കണേ, രക്ഷിക്കണേ, സഹായിക്കണേ നബിയേ. വഅജ്റിനി, കൈപിടിക്കണം അവലംബമായ നബിയേ. യാ മുജീറു മിനസ് സഗീർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയേ. ഏത് നരകം? സഈർ എന്ന നരകത്തിൽ നിന്ന് മനുഷ്യനെ കാക്കുന്ന നബിയേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് നബിയോട് ചോദിക്കുന്ന വരിയാണ് ഈ അബ്ദുക്കൽ മിസ്കീനിന്റെ വരി. ഇത് തൗഹീദാണോ? ഇത് തൗഹീദാണോ? ഇത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ എന്ന ഖുർആനിന്റെ ചോദ്യത്തിന് വിരുദ്ധമല്ലേ?
അല്ലേ മുഅ്മിനേ, അടിവരയിട്ട് ചിന്തിക്ക്. ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റസൂലാണ് നരകത്തിൽ നിന്ന് കാക്കുന്ന നബി എന്ന്? ഉണ്ടോ? അള്ളാന്റെ റസൂൽ സബബാണ്, കാരണക്കാരനാണ്. അള്ളാന്റെ റസൂൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതും നൽകാൻ വേണ്ടി അല്ല പറഞ്ഞയച്ച പ്രവാചകനാണ്. ഒരാളെ നരകത്തിലിടുന്നതും ഒരാളെ സ്വർഗം തീരുമാനിക്കുന്നതും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ റസൂൽ നരകത്തിൽ നിന്ന് കാക്കും എന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിന്റെ പുന്നാര മകളാണല്ലോ ഫാത്തിമ ബീവി. എന്തിഷ്ടായിരുന്നു റസൂലുള്ളാഹിക്ക് ഫാത്തിമാനെ, എന്തിഷ്ടമായിരുന്നു ഫാത്തിമാനോട്. ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫാത്തിമ കേറി വരുമ്പോൾ റസൂൽ വിളിക്കാറുണ്ട്, യാ ഫാത്തിമത്തു ഖിത്അത്തു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ. എന്തിഷ്ടാണ് വാപ്പാക്ക മകളോട്, എന്തിഷ്ടാണ്. ഫാത്തിമ ബീവി കേറി വരുമ്പോൾ പറയാണ്, സലീനി മിൻ മാലി. നോക്കൂ, വഫാത്തിന്റെ നേരത്ത് പോലും റസൂലുള്ള പറഞ്ഞ വാചകമല്ലേ, മർഹബൻ ബിബ്നതി, കേറി വാ മോളെ, വാപ്പാന്റെ അടുത്തിരിക്കും മോളെ. എന്നിട്ട് പറയാണ്, മോളെ ദുനിയാവിലെ വല്ല കാര്യവും വേണോ മോള് ചോദിച്ചോ, വാപ്പ തരാം. ദുനിയാവിലെ വല്ലതും വേണോ വാപ്പാനോട് ചോദിച്ചോ, വാപ്പ തരാം. പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ തടിമോളെ നീ തന്നെ കാക്കണം കേട്ടോ. ആരാ പറഞ്ഞത്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചുണ്ട് ചലിപ്പിച്ച് ഞാൻ ചൊല്ലുന്നു എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം. മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു സ്വലാത്തിന് 10 കൂലിയാണ്, നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഫാത്തിമ ബീവിയോട്, ദുനിയാവിലെ വല്ലതും വേണോ മോളെ ചോദിച്ചോ, വാപ്പ തരാം. പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് മോളെ നിന്റെ തടി നീ തന്നെ കാക്കണേ. റസൂല് നരകത്തിൽ നിന്ന് കാക്കും. ഈ മോളോട് എന്താ പറയാ? മോളെ വാപ്പ ഉണ്ടാകോടെ, വാപ്പാന്റെ മോളല്ലേ, വാപ്പാന്റെ മോള് ബേജാറാകണ്ടെന്നല്ലേ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തി കൊടുത്തു. സ്വഹാബത്തിനോട് നടത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, സ്വന്തം നരകത്തിൽ നിന്ന് നിരന്തരം രക്ഷ തേടിയ വ്യക്തിയാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കിതാബിലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ, സഈർ എന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാ. ഇത് ശരിയാണോ മുസ്ലിമേ? ഇത് ശരിയാണോ മുഅ്മിനേ? ഇത് ശിർക്കല്ലേ മുസ്ലിമേ? അടിവരയിട്ട് മനസ്സിലാക്കണ്ടേ അല്ലേ? എടുത്തു വായിക്കാം നമുക്ക്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ പറഞ്ഞത്? ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. പാപത്തിന്റെ കറകളുമായിട്ടാണ് നബിയെ നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇറക്കി വെക്കുകയാണ് സയ്യിദി ഖൈറൻ നബി, ഉത്തമരിൽ ഉത്തമനായ നബിയെ നിങ്ങളുടെ മുന്നിൽ ഇതാ പാപം ഇറക്കി വെക്കുകയാണ്. ഇത് ശരിയാണോ? ആരോടാണ് നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടേണ്ടത്? ആരോടാണ് തൗബ ചെയ്യേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ നമുക്ക്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ നമുക്ക്? ഹബീബായ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ലോകത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ ഇസ്തിഗ്ഫാറിനെ തേടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണേ. പക്ഷേ മദ്ഹിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മുടെ നാടുകളിൽ ഈ വരികൾ ഉരുവിടുന്നതെങ്കിൽ മുസ്ലിമേ മനസ്സിലാക്കിക്കോ, ഇത് പച്ചയായ ശിർക്കാണ്. ഇത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. ഇത് റസൂൽ അംഗീകരിക്കാത്തതാണ്. ഹദീസിൽ അംഗീകരിക്കാത്തതാണ്. സലഫുകളായ മുൻഗാമികൾ, ബദർ ശുഹദാക്കൾ, ഉഹദീങ്ങൾ, ഇവരാരും അംഗീകരിക്കാത്ത ആശയമാണ് ഈ പറയപ്പെട്ട ആശയങ്ങൾ.
അതുകൊണ്ട് അവിടെ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധ പാലിക്കണം. നമ്മൾ അത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചോ. എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, ഹദീസിലേക്ക് മടങ്ങിക്കോ. തൗബ ചെയ്യേണ്ടത് റബ്ബിനോടാണ്, സന്താനത്തെ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. ഏത് ഘട്ടത്തിലും നിന്റെ പ്രാർത്ഥനകളെ നീ ഉയർത്തേണ്ടത് റബ്ബിലേക്കാണ്. കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് പറയാണ് സൂറത്തുൽ ബഖറ 185-ാമത്തെ വചനം എടുത്ത് പരിശോധിക്ക്. അവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ നമുക്ക് കാണാം, വഇദാ സഅലക ഇബാദി വഇദാ സഅലക ഇബാദി, നബിയേ എന്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ, നിന്നോട് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. ഉജീബു ദഅവത്തദാഇ ഇദാ ദഅാൻ, അതുകൊണ്ട് ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് പഠിപ്പിക്കുന്നു. അല്ലാഹ് പറയാണ് എന്നോട് ദുആ ചെയ്യണമെന്ന്. പക്ഷേ നമ്മൾ പറയുന്നു റബ്ബല്ലാത്തവരിലേക്കും പ്രാർത്ഥന നൽകാമെന്ന്, റബ്ബല്ലാത്തവരോടും ദുആ ചെയ്യാമെന്ന്. ഈ വിശ്വാസം ഖുർആനിനെതിരാണ്, ഇത് ഹദീസിനെതിരാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാചകം ശ്രദ്ധിച്ചോ, ഇദാ സഅൽത ഫസ്അലില്ലാ, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്ക്. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ നീ റബ്ബിനോട് സഹായം തേടിക്കോ. ഇല്ലേ സഹോദരങ്ങളെ? ഖുർആൻ ഹദീസിലില്ലേ, ആയത്തിലില്ലേ? ഉണ്ട്. പിന്നെ നമ്മുടെ സഹായ തേട്ടങ്ങൾ എന്തേ റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞത്? എന്തേ തിരിഞ്ഞത്? അതിന്റെ കാരണം എന്താ? നമ്മുടെ നാടുകളിൽ നിന്ന് ഔലിയാക്കളുടെ മഹത്വം പറഞ്ഞു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് വലിയകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അതിന്റെ അർത്ഥം വലിയില്ല എന്നല്ല, ഇസ്ലാമിൽ വലിയുണ്ട്. വലിയന് ചില ക്വാളിറ്റികളുണ്ട്. വിലായത്തിന്റെ വലിയന്റെ ക്വാളിറ്റി റബ്ബ് പഠിപ്പിച്ചിട്ടില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അറിയണം ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, വലിയന്റെ ക്വാളിറ്റിയാണ്, ഒന്നിനും പേടിക്കാത്തവരാണ്. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാത്തവരാണ്. വല്ലദീന ആമനൂ, അവർ വിശ്വാസികളായിരിക്കും. വകാനൂ യത്തഖൂൻ, തഖ്വയോടെ ജീവിക്കുന്നവരായിരിക്കും. നമ്മുടെ നാട്ടിൽ വലിയ പരിചയപ്പെടുത്തിയത് എങ്ങനെ? നിസ്കരിക്കൂല, നോമ്പ് നോൽക്കൂല. നോമ്പ് നോറ്റാൽ തന്നെ നോമ്പ് നോൽക്കൂല. നോച്ചിട്ടാരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തെത്തിയാൽ നോമ്പ് മുറിപ്പിക്കും. അദ്ദേഹം കുടിച്ച ഭക്ഷിച്ച വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ബാക്കി കൊടുത്തിട്ട് മുറിപ്പിക്കുന്നുള്ളതൊക്കെയാണ് കറാമത്തായി പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനൊരു വലിയില്ല, അങ്ങനൊരു വലിയില്ല. നോമ്പ് നോൽക്കാത്തൊരു വലിയ, നിസ്കരിക്കാത്തൊരു വലിയ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനൊരു വലിയനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഓ നാട്ടിൽ പുത്തംവാദിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുത്തംവാദികളാണ്. അത് പുത്തംവാദാണെങ്കിൽ, ഇത് വലിയന്റെ ക്വാളിറ്റി അല്ല എന്ന് പറയുന്നത് പുത്തംവാദാണെങ്കിൽ നമ്മൾ പുത്തംവാദികളാണ്. തമാശാക്കാൻ പറ്റൂല, ദീന് തമാശാക്കാൻ പറ്റൂല. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, ഗൗരവമായി ചിന്തിച്ചോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന വലിയാരാ, ഔലിയാക്കളിലെ നേതാവാരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയകളിലെ നേതാവാണ്. സംശയമുണ്ടോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിലെ സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിലെ സ്വർഗത്തിലെ ഒന്നാമൻ എന്റെ അബൂബക്കറാണ്. ഹബീബായ റസൂലുള്ള പറയാണ്, സ്വർഗത്തിലെ ഒന്നാമൻ എന്റെ അബൂബക്കറാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ ഉമ്മാനെ ഞാൻ അറിയും, അദ്ദേഹത്തിന്റെ വാപ്പാനെ ഞാൻ അറിയും. അദ്ദേഹത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും ആ മനുഷ്യനെ മലക്കുകൾ ഇങ്ങനെ സ്വാഗതം ചെയ്യും. മർഹബൻ മർഹബൻ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യും. സ്വഹാബികൾക്ക് ഒരു ആശങ്ക, ആരായിരിക്കും ആ സൗഭാഗ്യവാൻ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ,
ആരാണ് നബിയെ ആ സൗഭാഗ്യവാൻ? സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന ആ മഹാനവറുകൾ ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ സഫിലതാ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് തലതാഴ്ത്തിയിരിക്കുന്ന അബൂബക്കറില്ലേ, ആ അബൂബക്കറാണ് സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ സ്വാഗതം ചെയ്യും. മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ, മർഹബൻ യാ അബൂബക്കർ എന്ന് സ്വാഗതം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹിമ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് കേട്ടതാണിത്. കളവ് പറഞ്ഞിട്ടില്ലാത്ത നേതാവ്, അതേ കളവ് പറഞ്ഞിട്ടില്ലാത്ത നേതാവ്. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. മുത്തുനബി വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കാറില്ല. സ്വന്തം ഇഷ്ടത്തിന് റസൂൽ എന്ത് ചെയ്യൂല, സംസാരിക്കൂല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയല്ല എന്നാർക്കെങ്കിലും വാദമുണ്ടോ? ഇല്ല ഇല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടൊരു തേട്ടങ്ങൾ കാണുന്നുണ്ടോ? സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. വലിയാണ് സ്വഹാബികൾ ആരെങ്കിലും, പിന്നീട് വന്ന താബീങ്ങളോ തബോ താബീങ്ങളോ അള്ളാന്റെ റസൂലിനോടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടോ അല്ലെങ്കിൽ അതിന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മറ്റു സ്വഹാബികളോടോ ചോദിച്ച ഒരു ചോദ്യം എവിടെയെങ്കിലും ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? പറ്റൂല. ഇല്ല ചരിത്രത്തിൽ. കാരണം അങ്ങനെ ഒരു തേട്ടം ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു ദുആ ഇസ്ലാമിലില്ല. ഇനി അല്ലാഹ് ഇവർക്കൊന്നും കഴിവ് കൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ വാദം അതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ കറാമത്തുകൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ പ്രകടമായിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സ്വഹാബി ആ കൊടുത്ത കഴിവിൽ നിന്ന് റസൂലേ എന്ന് പറഞ്ഞിട്ട് തേടിയ ഒരു തേട്ടം കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആനിലും ഹദീസിൽ നിന്നും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ കിട്ടൂല. അതുകൊണ്ട് ഏത് ഘട്ടങ്ങളിലാവട്ടെ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിലേക്ക് മാത്രമേ തേടാവൂ. ഇസ്ലാമിൽ വലിയും ഔലിയാവും കറാമത്തൊക്കെ ഉണ്ട്, അതൊക്കെ വിശ്വസിക്കണം. അതൊക്കെ ദീനി പറഞ്ഞത് എങ്ങനെയാണോ അങ്ങനെ വിശ്വസിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകണം. എവിടെയും ഒരു വസത്തായ ശൈലിയിൽ അതിനെ വിശ്വസിച്ച് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകലാണ് അതിന്റെ ഖൈറായ ശൈലി. ആ ശൈലിയിൽ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ തൗഹീദിന് വേണ്ടിയാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ബദറിന്റെ ഭൂമിയിൽ ബദർ ശുഹദാക്കൾ പടപുരുതി വീണത്. ഏത് ഘട്ടത്തിലും അല്ലാഹ് മതി എന്ന് ഉറക്കെ പറഞ്ഞവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കല്ലേ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഏത് ഘട്ടമാകട്ടതാ, എനിക്ക് എന്റെ റബ്ബ് മതി, അല്ലാഹു എന്റെ കൂടെ, റബ്ബുണ്ട്, അല്ലാഹുണ്ട് കൂടെ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അതേ കൂർത്തു നിൽക്കുന്ന മണലിലൂടെ, കൂർത്തു നിൽക്കുന്ന കല്ലിന്റെ മുകളിലൂടെ മക്കയിലെ ആ തെരുവുകളിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത കല്ലിന്റെ മുകളിലൂടെ വലിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ട്. മക്കയുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് കാണാം. അന്ന് ദാഹിച്ചു വലഞ്ഞ ബിലാൽ ഇബ്നു റബാഹ്, ദാഹിച്ചു വലഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ശത്രുക്കളോട്, അതുഷ്, എനിക്ക് ദാഹിക്കുന്നു, ഒരിത്തിരി വെള്ളം തരുമോ? എന്റെ തൊണ്ട വറ്റി വരണ്ടിട്ടുണ്ട്, ഒരിത്തിരി വെള്ളം തരുമോ? ശത്രുക്കൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ? നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കെന്താ? ബിലാലേ, നീ റബ്ബേ എന്ന് വിളിക്കുന്നതിൽ നിന്ന് മാറി അല്ലാഹുവിന്റെ കൂടെ ലാത്തയെ വിളിക്ക്, അല്ലാഹുവിന്റെ കൂടെ ഉസ്സയെ വിളിക്ക്, അല്ലാഹുവിന്റെ കൂടെ മനാത്തയെ വിളിക്ക്. ശത്രുക്കൾ പറഞ്ഞതാണ്. റബ്ബല്ലാത്ത മഹാന്മാരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ പീഡനങ്ങൾക്ക് മധ്യത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, ആരാധനകൾക്ക് പ്രാർത്ഥനകൾക്ക് അവനാണ് ഏകനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ബിലാൽ ഇബ്നു റബാഹ്.
ഇതല്ലേ ചരിത്രം പ്രിയമുള്ളവരെ. കർബലയുടെ മണ്ണെടുത്ത് പരിശോധിച്ചോ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് കർബലയിൽ വെച്ചിട്ടല്ലേ. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രാമധ്യത്തിൽ വെച്ച് കർബല എന്ന സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ വളയുന്നുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തിനെയും. കുറെ ആളുകളൊക്കെ ഓടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി, വലിച്ചിട്ടാക്രമിക്കാൻ തുടങ്ങി. അക്രമം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവ് വിളിച്ചു ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഹുസൈനിന്റെ നേരെ കയ്യോങ്ങാത്തതെന്തേ? മുഹമ്മദ് നബിയുടെ പേരക്കുട്ടി എന്ന പരിഗണന കൊടുത്ത് ഹുസൈനിൽ നിങ്ങൾ എന്തേ കൊല്ലാത്തത്? ഹുസൈനിന്റെ നേരെ എന്തേ നിങ്ങൾ അടിക്കാത്തത്, കയ്യോങ്ങാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരാളതാ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വേഗത്തിൽ വന്നിട്ട് നിൽക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് കുതിരയുടെ കുളമ്പ് കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടിപ്പിക്കുന്നുണ്ട്. കുതിരയുടെ കുളമ്പ് തട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു താഴെ വീഴുന്നു. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ശത്രുക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള അവിടെയുള്ള ആളുകളൊക്കെ വധിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തേ മുഹമ്മദിന്റെ പേരക്കുട്ടി എന്ന പരിഗണനയിലാണോ എന്തേ നിങ്ങൾ ഹുസൈനിനെ വധിക്കാത്തത്? ഹുസൈനിനെ വധിക്കാത്തത് എന്തേ എന്ന് ചോദിക്കുമ്പോ ഒരു ശത്രുവതാ വന്നിട്ട് വാ പൊളിച്ചു നിൽക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു, ദാഹിച്ച് തൊണ്ട പറ്റിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് അമ്പിങ്ങനെ വലിച്ചു പിടിക്കുന്നു. അതേ കൈകാലുകൾ ഒടിഞ്ഞുപോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രയാസം അനുഭവിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയുടെ മണ്ണിൽ നിന്ന് വലിച്ചു നീങ്ങുകയാണ്. ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിപ്പോകാൻ ശ്രമിക്കുകയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇഴഞ്ഞാൽ നാട്ടിലെത്തൂല എന്നത് ഉറപ്പാണ്. എന്നാലും ഒന്ന് പരിശ്രമിച്ചു നോക്കുകയാണ്. പക്ഷേ ആ അമ്പിങ്ങനെ നെയ്തുവിടാൻ കാത്തിരിക്കുന്ന വ്യക്തി, വാ പൊളിച്ചു നിൽക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ശത്രുവിന്റെ അമ്പ് ചെന്ന് കയറുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. അമ്പ് ചെന്ന് തറച്ചപ്പോ വായിൽ നിന്ന് രക്തം ഇങ്ങനെ നിർഗളിച്ചു വരികയാണ്. അമ്പ് പുറത്തെടുക്കുമ്പോ വായിൽ നിന്ന് രക്തം നിർഗളിച്ചു വരുമ്പോ അതിങ്ങനെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ രക്തം ഇങ്ങനെ പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോടല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയിലേക്കല്ല കൈ ഉയർത്തിയത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തുകയാണ് റബ്ബിലേക്ക്. എന്നിട്ട് റബ്ബിനോട് പറയാണ്, ഈ അക്രമം ചെയ്തവൻ ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ, ഈ അക്രമം ചെയ്തവൻ ആരാണെന്ന് എനിക്കറിയില്ല റബ്ബേ, നിനക്കറിയാം അല്ലാഹുവേ. ഈ മുഹമ്മദിന്റെ പേരക്കുട്ടിയോട് ഈ അക്രമം കാണിച്ചവന് റബ്ബേ നീ അവർക്ക് ബദൽ കൊടുക്കണേ നാഥാ, അവർക്ക് നീ ശിക്ഷ നൽകണേ അല്ലാഹ്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാ, ഹസ്ബുനല്ലാഹ് 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 വ നിഅമൽ വകീൽ. ഭരമേൽപ്പിക്കാൻ എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് മതി. ഏത് ഘട്ടത്തിലും അല്ലാഹ് മതിയായവനാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു മേഖലയിൽ റബ്ബല്ലാത്ത ഒരാളെ വിളിച്ച ചരിത്രമുണ്ടോ? ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടോ? എല്ലാത്തിനും അല്ലാഹ് മതിയായവനാണ്. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടങ്ങളിലും ഒരു മുസ്ലിമിന് ഈ ആദർശമാണ് പ്രധാനം, ഈ ആശയമാണ് പ്രധാനം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി. ഖന്തക്കിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്ന സമയത്ത് സ്വഹാബികൾ എല്ലാവരും കിടങ്ങു കുഴിക്കുകയാണ്. ഖന്തക്കിന്റെ ഭൂമിയിൽ കിടങ്ങു കുഴിക്കുമ്പോ അതേ വിഷംനൊട്ടിയ വയറോടെയാണ് അവർ കിടങ്ങു കുഴിക്കുന്നത്. നല്ല വിഷമമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ നബിയേ. ആ കുപ്പായം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വയറ്റത്ത് കല്ല് കെട്ടി വെച്ചിട്ടാണ് ആ കിടങ്ങ് കുഴിക്കുന്നത്. ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് ഈ വയറ്റത്തെ കല്ല് കണ്ടപ്പോൾ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബിന്റെ കുപ്പായം പൊക്കി കാണിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ആ സമയം റസൂലുള്ളാഹിന്റെ വയറ്റത്ത് 2 കല്ലുകൾ ഉണ്ടായിരുന്നു. വിശപ്പിന്റെ കാഠിന്യം അറിയാതിരിക്കാൻ കല്ല് കെട്ടി വെച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് ഈ സ്വഹാബി ഒരു ആമർ കൊണ്ട് കല്ലിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോ കല്ല് പൊട്ടുന്നില്ല. റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഈ കല്ല് പൊട്ടുന്നില്ലല്ലോ നബിയേ, കഴിയുന്നില്ലല്ലോ റസൂലേ, കല്ല് പൊട്ടുന്നില്ലല്ലോ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫഗ്ഫിരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ
മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ ദറജയേറ്റി കൊടുക്കണേ റബ്ബേ എന്ന് സ്വർഗ്ഗത്തിന് വേണ്ടി അവരുടെ പാപമോചനത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്യുന്നുണ്ട്. സമയത്ത് ആവേശത്തോടെ കിടങ്ങു കുഴിക്കുമ്പോൾ അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം കാണാം നമുക്ക്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ ഫലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വസബിതുൽ അഖദാമ ഇൻ ലാഖീനാ والمشركون قد بغوا علينا وإن أرادوا فتنة أبينا. ചോദിക്കുകയാണ് അവർ അല്ലാഹുവിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ, റബ്ബേ മുശ്രിക്കുകളായ ആളുകൾ ഒത്തുതീർപ്പിന് അവർ തയ്യാറല്ല റബ്ബേ, അവരിതാ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിരിക്കുക തന്നെയാണ്. ഇതാ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ ഇറക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ ഈ വഴി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുന്നവരും സുഹൃതങ്ങൾ ചെയ്യുന്നവരുമായി മാറുമായിരുന്നില്ലല്ലോ റബ്ബേ. ഈ തന്ന റബ്ബേ നീ എത്ര കാരുണ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയാനിതാ ഈ പ്രയാസത്തിന്റെ സമയത്തും ഞങ്ങളുടെ നേരെ ഇനി എങ്ങാനും ശത്രുക്കൾ കടന്നു വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നതാ എന്ന് പ്രഖ്യാപിച്ച് നിൽക്കുന്ന സമയമല്ലേ ഖന്തക്കിന്റെ ഭൂമിയിലെ ചരിത്രം. ആ ചരിത്രത്തിൽ താഴ്ഭാഗത്ത് ശത്രുക്കൾ വരുന്നുണ്ട്, താഴ്ഭാഗത്ത് ശത്രുക്കൾ വരുന്നുണ്ട്, മുകൾ ഭാഗത്തും ശത്രുക്കൾ വരുന്നുണ്ട്. ആ ശത്രുക്കൾ വന്ന സമയത്ത് ജനങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ ഓടിക്കോ, നാലാ ഭാഗത്തു നിന്നും നിന്നെ ആക്രമിക്കാൻ, സഹോദരൻ നിന്റെ മുഹമ്മദ് നബിയെ താങ്കൾ ആക്രമിക്കാൻ, താങ്കളുടെ സ്വഹാബത്തിനെയും ആക്രമിക്കാൻ ഇതാ ആളുകൾ വരികയാണ്, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിലൂടെ വ്യക്തമായി വിവരിക്കുന്നതാണ്. അന്നത്തെ ദിവസം തൊണ്ടയിലേക്ക് ജീവൻ ഇങ്ങനെ എത്തി നിന്ന സമയം ആ ജാതി അക്രമം ശത്രു സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്ന മുഅ്മിനീങ്ങളായ സ്വഹാബത്ത് പറയാണ്, അവരുടെ ഈമാൻ സാദഹും ഈമാനാ, ഈമാൻ അവർക്ക് രൂഢമൂലമായി. ഈമാൻ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് അവർ പ്രഖ്യാപിച്ചു, ഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് ഞങ്ങൾക്ക്. അല്ലാഹ് ഞങ്ങളുടെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹ് മതി ഞങ്ങൾക്ക്, പടച്ചോ മതി. സഹോദരങ്ങളെ, ഈ ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് മന്ത്രിച്ചൂതി കെട്ടുന്ന നൂല് ശരീരത്തിൽ ബന്ധിക്കുന്നവരില്ലേ? ഇല്ലേ? ആത്മാർത്ഥമായിട്ട് പരിശോധിക്കും. ഇസ്ലാമിൽ മന്ത്രമുണ്ടോ? മന്ത്രമുണ്ട്. പക്ഷേ മന്ത്രിച്ചൂതി നൂല് കെട്ടുന്ന സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ശരീരത്തിൽ ഐക്കല്ല് ബന്ധിച്ചാൽ, ഏലസ് ബന്ധിച്ചാൽ, മന്ത്രിച്ചൂതി നൂല് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്, അവൻ ശിർക്ക് ചെയ്തവനാണ്. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നമുക്ക് വേണം. അതാണ് സ്വർഗത്തിന്റെ വഴി. തൗഹീദ് എന്ന തെളിമയാർന്ന മാർഗം അത് നമുക്ക് വേണം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിലാക്കാം, ശിർക്ക് എന്ന ദുൽമ് ഒരാളിൽ സംഭവിച്ചാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതാ നോമ്പിലേക്കൊക്കെ പോവുക, ഇബാദത്തൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ശിർക്ക് കലരാത്തൊരു വിശ്വാസം വേണം. ഈ തൗഹീദിന് വിരുദ്ധമായ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ശിർക്ക് എന്ന ദുൽമ് നമ്മുടെ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ ഉണ്ടെങ്കിൽ, അല്ലാഹ് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നബിയേ നിനക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. വഇലൽ ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ, റസൂലിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, അമലുകളൊക്കെ ബാത്തിലായി പോകും നബിയേ, ഇബാദത്തുകളൊക്കെ ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നബിയേ.
ആരാ നഷ്ടക്കാർ? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ ശിർക്ക് ചെയ്യുന്നത് ഫഖദ് ഹറമല്ലാഹ്, അവർക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു അൽ ജന്ന, സ്വർഗ്ഗത്തെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുമുൻ നാർ, നരകമാണ് അവരുടെ സങ്കേതം, നരകത്തിലാണ് അവർ പ്രവേശിക്കുന്നത്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അവരെ സഹായിക്കാൻ ആരും അവരുടെ കൂടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക, ഈ ശിർക്കിലേക്ക് നമ്മൾ നയിക്കുന്ന കുറേ മേഖലകളുണ്ട്. ഒന്ന് പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു പോകാം. ഒന്ന്, കെട്ടി ഉയർത്തിയ മക്ബറകൾ, വലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ കെട്ടി ഉയർത്തിയ മക്ബറകൾ, വിലായത്തിന്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ നമ്മുടെ നാടുകളിൽ ഉയർത്തപ്പെട്ട മക്ബറകൾ ഇസ്ലാമികമാണോ? ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ പറയുന്ന ഹദീസ് എടുത്ത് എഴുതിക്കോ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ ലഫ്ളുകൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ നല്ല അറിയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഖത്തീബ് ഒരു ഇമാം, ആ ഇമാമിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. ഉസ്താദ്, എങ്ങനെ ഒരു ഹദീസ് ഇമാം മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലുണ്ടോ, അതിന്റെ അർത്ഥം തന്നെയാണോ എന്നൊന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നാണ് വാദമെങ്കിൽ അപ്പൊ നിങ്ങൾ പറ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരോട് പറ, ഇവിടെ അതിന്റെ ആളുകളുണ്ട്, അവരോട് പറ. നിങ്ങൾ പറഞ്ഞ ഹദീസ് കളവാണ്, അങ്ങനെ ഹദീസ് ഇല്ല എന്ന് പറ. വ്യക്തമാണ്. നഹാ, ശ്രദ്ധിക്കണേ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. എന്തിനെ? അയ്യുജസ്സൽ ഖബറു വഅയ്യുഖാദ അലൈഹി വഅയ്യുബ്ന അലൈഹി, ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കുമ്മായം അടിക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കയറിയിരിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ പഠിക്കണ്ടേ സഹോദരങ്ങളെ? ഇത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയുക എന്തായിരിക്കും? ഇത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയുക സഹോദരങ്ങളെ, ഇത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാണ്, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ, ഈ ഹദീസ് ആ ഖബറിലേക്ക് ബാധകമല്ല എന്നതാണ് മറുപടിയെങ്കിൽ, ഉടനെ ചോദിച്ച രണ്ടാമത്തെ ഹദീസ്, വഫാത്തിന്റെ നേരത്ത് പോലും, മരണത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്ത് ചൊല്ലിയ രണ്ട് വിഭാഗമുണ്ട്. ലഅനല്ലാഹ് യഹൂദ വന്നസാറ, യഹൂദി നസാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? യഹൂദി നസാറാക്കളെ ശപിക്കാനുള്ള കാരണം എന്താണ്? അവരോട് പ്രത്യേകം ദേഷ്യമുണ്ടായിട്ടാണോ? അല്ലല്ലോ പ്രിയമുള്ളവരെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ കെട്ടി ഉയർത്തിയിട്ട് ആരാധനയുടെ കേന്ദ്രമാക്കി അവർ മാറ്റിയതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമല്ലേ സഹോദരങ്ങളെ? പിന്നെ സാധാരണക്കാരന്റെ ഖബറാന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ ഇവരെ ശപിച്ചത്? എന്തിനാ പിന്നെ യഹൂദി നസറാക്കളെ ശപിച്ചത്? അമ്പിയാക്കന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കി ആരാധിച്ചത് കൊണ്ടാണ് അവരെ ശപിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് സൂക്ഷ്മതയും ശ്രദ്ധയും ജീവിതത്തിൽ അനിവാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. ഇനി ഇത് കേൾക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകൾക്ക് വകുപ്പുണ്ട്. ആ തെറ്റിദ്ധാരണകൾ കണ്ടോ, ഇവർ സിയാറത്തില്ലാത്തവരാണ്, ഖബറിന്റെ അടുത്ത് പോണ്ടാന്നാ പറയുന്നത്. അങ്ങനെ ഒരു വാദമില്ല പ്രിയമുള്ളവരെ. സിയാറത്ത് സുന്നത്താണ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഫസൂറുഹാ ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ, നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്തോ. ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ, അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കി തരും. വഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കി തരും, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കി തരും. അബേ, ഞാനും ഇതുപോലെ മരിക്കേണ്ടവനാണല്ലോ, ഇങ്ങനെ ഖബറിലേക്ക് ചെല്ലേണ്ടവനാണല്ലോ എന്ന ചിന്ത നമ്മുടെ ഖൽബിൽ നൽകും. അതുകൊണ്ട് ഖബറിന്റെ അടുക്കലേക്ക് സിയാറത്ത് സുന്നത്താണ്, പോകാം, സിയാറത്ത് ചെയ്യാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതുപോലെ സിയാറത്ത് ടൂറുകളില്ല. നാടുകളിൽ ചില ടൂറുകൾ സംഘടിപ്പിച്ച് പണമുണ്ടാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം ദീനിലില്ല. നമ്മൾ സിയാറത്ത് ചെയ്യണം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഖബർസ്ഥാനുകളിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നാട്ടുകാരെ ഖബറടക്കിയ ഖബർസ്ഥാനുകളില്ലേ, അവിടെ പോകണം. പുണ്യം പ്രതീക്ഷിച്ച് ഖബറിന്റെ അടുത്ത് പോകാൻ അനുവാദമുള്ളത്, പുണ്യം പ്രതീക്ഷിച്ച് ഒരു യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമാണ്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറമിലേക്ക്,
രണ്ട് മദീനത്തെ പള്ളിയിലേക്ക്, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയിലേക്ക്. ഇതല്ലാത്ത ഒരു കേന്ദ്രത്തിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് ഒരു യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കുക, ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ നമ്മൾ ഉള്ളത് എന്ന് പ്രമാണങ്ങളെ മുൻനിർത്തി മനസ്സിലാക്കുക കേട്ടോ. വാശി വക്കാണൊക്കെ മാറ്റി വെക്കുക. എല്ലാ വാശിക്കും വക്കാണത്തിനും വൈരാഗ്യത്തിനും സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു പരലോകമുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. ഒരു ഖിയാമത്തുണ്ട്, ഒരു യൗമുൽ ഹിസാബുണ്ട്, വിചാരണയുടെ നാളുണ്ട് എന്ന ഒരു ചിന്ത നമുക്ക് വേണം. അന്ന് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് ഗൗരവമായി മനസ്സിലാക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ കളങ്കമില്ലാതെ തൗഹീദ് സ്വീകരിക്കും. അതേപോലെ മറ്റൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വലിയ ഔലിയാക്കളുടെ വിശ്വാസത്തിലുള്ള തകരാറ്, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിലും സിയാറത്തിന്റെ വിഷയത്തിലുള്ള തകരാറ് നമുക്ക് സംഭവിച്ചതാണ് അല്ലേ. ഇതിനും അപ്പുറത്ത് നമ്മുടെ നാടുകളിൽ മന്ത്രി ചൂലിക്കെട്ടുന്ന നൂല്, റബ്ബല്ലാത്തവരോടുള്ള സത്യം ചെയ്യൽ, പലതരങ്ങളിലുള്ള തുലാഭാരങ്ങൾ, നമ്മുടെ നാടുകളിൽ എന്തൊക്കെ ആചാരങ്ങളാണ് ഇന്ന് സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമില്ലാത്ത പലതും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. എന്റെ സംസാരം ഇങ്ങനെ ചുരുക്കിക്കൊണ്ടുവരാൻ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിക്കും. റഹ്മാനായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഒരു ആശയത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഗൗരവത്തോടെ വിശദീകരിച്ചത്. സഹോദരങ്ങളെ, ഇതിന്റെ ഒരു രണ്ടാമത്തെ ഭാഗം മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും അംഗീകരിച്ചും പിൻപറ്റിയും ജീവിക്കണം. അവനാണ് മുസ്ലിം. റസൂലിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. ഖുർആൻ പറയാണ്, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ ശരീരത്തെക്കാൾ, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ മണിമാളികകളെക്കാൾ, ഇതിനേക്കാളൊക്കെ ഇഷ്ടപ്പെടേണ്ടത്, നിങ്ങൾ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അപ്പോഴാണ് ഈമാൻ പൂർത്തിയാകുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാകുന്നത്. ആ ഇഷ്ടം എങ്ങനെയാണ്? അതേ ഖുൽ നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിക്കുകയാണ്. അല്ലാഹ് പറയാണ്, നബി അവരോട് പറഞ്ഞു കൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കണേ, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇഷ്ടം എന്താ? അനുസരണമാണ്. പ്രവാചകനെ പിൻപറ്റി ജീവിക്കലാണ് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, തഅസിൽ ഇലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ അംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. എല്ലാത്തിനേക്കാളും നോക്കൂ, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ ഇഷ്ടം യാഥാർത്ഥ്യമാകുന്നത് അനുസരണത്തിലൂടെയാണ്. ഞാൻ എന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്നൊരാൾ പറയുന്നത് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അനുസരണത്തിലൂടെ പ്രകടമാകേണ്ടതാണത്. എങ്ങനെയാണ് അനുസരിക്കുക? ദീനിന്റെ വിഷയങ്ങൾ റസൂല് പറഞ്ഞതിനെ വളച്ചുകെട്ടില്ലാത്ത രൂപത്തിൽ സ്വീകരിക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ അപ്പുറത്തൊരു മാർഗം സ്വീകരിക്കുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. റസൂല് പറഞ്ഞതിന്റെ പുറമെ ദീനിലേക്ക് ഒരു പുതിയ കാര്യം ഞാൻ കൊണ്ടുവരിക,
എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ ചിന്തക്ക് നല്ലതാണെന്ന് തോന്നുന്ന പലതും ഞാൻ ദീനിന്റെ പേരിൽ ചെയ്യുക, അത് പറ്റൂല. റസൂൽ എന്ത് പറഞ്ഞു? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ എന്തെന്ന് നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നോ, എന്തെന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നോ, അതിനെ നിങ്ങൾ സ്വീകരിച്ചോ. വമാ നഹാകും അൻഹു ഫൻതഹൂ. അത് എന്തെന്ന് നിങ്ങളിൽ നിന്ന് വിലക്കിയോ ഒഴിവാക്കാൻ കൽപ്പിച്ചുവോ അതിനെ നിങ്ങൾ ഒഴിവാക്കണം. ഇതെല്ലാ മേഖലയിലും പെട്ടു. വിശ്വാസരംഗം പെട്ടു, കർമ്മരംഗങ്ങൾ പെട്ടു. റബ്ബല്ല, റബ്ബ് പഠിപ്പിക്കാത്ത, റസൂല് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത, താബീങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിലേക്ക് നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ചേർക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അതുകൊണ്ട് റിസാലത്തിനെ വ്യക്തമായി റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായി തന്നെ സ്വീകരിക്കുകയും വേണം. അതിന്റെ കൂടെ സഹോദരങ്ങളെ, റസൂലുള്ള എന്തൊരു കാര്യം, എന്തൊരു ജീവിത ശൈലിയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ ജീവിത ശൈലിയിൽ നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കാം. റസൂൽ പറഞ്ഞ പോലെ ജീവിക്കാം. ഹറാമുകൾ, തോന്നിവാസങ്ങളൊക്കെ ജീവിതത്തിൽ എടുത്തെറിയ സകല ഹറാമുകളിൽ നിന്നും വിട പറയണം. എത്രയെത്ര ആളുകളാണ് ഹറാമിന്റെ ലോകത്ത് വിഹരിക്കുന്നത്. വ്യഭിചാരത്തിന്റെ കണക്കെത്രയാണ് നമ്മുടെ നാടുകളിൽ, പീഡനങ്ങളുടെ കണക്കെത്രയാണ് നമ്മുടെ നാടുകളിൽ, കുറ്റവാളികളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ കണക്കെത്രയാണ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമല്ലേ? നമ്മൾ ഗൗരവമായി ചിന്തിക്കണ്ടേ? നമുക്കൊരു പരലോകമില്ലേ പ്രിയമുള്ളവരെ? ഒരു പരലോകമില്ലേ? എന്റെ റസൂല് പറഞ്ഞ പോലെ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കണം. നമ്മുടെ കൽബിനോട് ചോദിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിനെ അനുസരിക്കാം, അല്ലാഹുവിനെ അനുസരിക്കാം, റസൂലുള്ളാഹിനെ അനുസരിച്ച് ജീവിതം ഖുർആനിന്റെ സുന്നത്തിന്റെ ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാം. വിശ്വാസം ക്ലിയർ ആവും, എല്ലാം ക്ലിയർ ആവും. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പെണ്ണുങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിക്കുന്നിടത്ത് ഇന്ന് അധപതിച്ചു പോയൊരു ജനത നമ്മുടെ മുന്നിലുണ്ട്. ഉമ്മമാരെ, അടിവരട്ട് ചിന്തിച്ചോളി. ഇസ്ലാമിന്റെ വേഷവിധാനം എത്ര മഹത്വരമുള്ള വേഷമാണത്. എന്തേ പെണ്ണിനെ പർദ്ദക്കുള്ളിലിട്ട് പൂട്ടിവെച്ചത്? എന്തിനാ പെണ്ണിനെ പർദ്ദക്കുള്ളിലിട്ട് പൂട്ടിവെച്ചത്? പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അവൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, അവൾ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അത് അവളുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് അവളുടെ വസ്ത്രം. പക്ഷേ നമ്മുടെ വീടുകളിൽ നിന്ന് ആ വസ്ത്രത്തിന്റെ ശൈലി മാറി. നമ്മുടെ വീടുകളിലുള്ള പെൺകുട്ടികൾ പോലും ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് അന്യപുരുഷന്മാരുടെ കണ്ണിനെ മഞ്ഞളിപ്പിക്കുമാർ അങ്ങാടികളിലൂടെ ഹറാമിന്റെ വേഷം ധരിച്ചു പോകുന്ന പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചില പെണ്ണുങ്ങളുണ്ട്. ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസഹുന്ന കാസിലിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദിന റീഹാ. വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവളെ പോലെയാണ് ചില പെണ്ണുങ്ങൾ. ഇടുങ്ങിയ വസ്ത്രം ധരിച്ച്, നേരിയ തുണി കൊണ്ടുള്ള വസ്ത്രം ധരിച്ച്, അർദ്ധനഗ്നമായ വസ്ത്രം ധരിച്ച്, അലങ്കാരങ്ങൾ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിച്ച് ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയാണ്, ലാ യദ്ഖുലുൽ ജന്ന, പെണ്ണേ നിനക്ക് സ്വർഗ്ഗം നേടാനാവില്ല, വലാ യജിദിന റീഹാ, സ്വർഗ്ഗത്തിന്റെ വാസന പോലും ആ പെണ്ണിനെ തടയപ്പെടുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് വേഷവിധാനങ്ങളിൽ ശ്രദ്ധ വേണം. ചുണ്ട് ചുവപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെണ്ണുങ്ങളില്ലേ? ആര് കാണാൻ ആ പെണ്ണുങ്ങളെ? നിങ്ങൾ മേക്കപ്പ് ധരിക്കുന്നത്, നിങ്ങൾ ചുണ്ട് ചുവപ്പിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പുട്ടിയിട്ട് പുതിയ പുതിയ അലങ്കാരത്തിന്റെ രൂപങ്ങൾ സ്വീകരിക്കുന്നത് ആര് കാണാനാണ്? നല്ല മനസ്സുള്ള ഒരു പെണ്ണ് ഈ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി പുറത്തു പോകുമോ? എനിക്ക് അനുവദിക്കപ്പെടാത്ത ആൾക്കാരെന്നെ കാണട്ടെ എന്ന് തോന്നിയിട്ടല്ലേ ഇറങ്ങണത്? അതുകൊണ്ടല്ലേ മിനിങ്ങണേ? അല്ലേ? മുഖത്ത് മുഴുവൻ ഈ പുറ്റി വാരി തേക്കുന്നത് അതുകൊണ്ടല്ലേ? ആൾക്കാരിൽ നിന്ന് കാണട്ടെ, എന്റെ ഭംഗി കാണട്ടെ. എന്തിനാ ഈ ഹറാമ്? എന്തിനാ ഈ വേണ്ടാത്തരങ്ങള്? പുരികം പ്ലഗ് ചെയ്യുന്ന, പുരികം ത്രെഡ് ചെയ്യുന്ന പെണ്ണുങ്ങളില്ലേ? അള്ളാന്റെ റസൂലിൽ ലഅനത്തുണ്ടെന്ന് പറഞ്ഞ വിഭാഗമാണ്, ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വിഭാഗമാണ് അവർ. പുരികം പ്ലഗ് ചെയ്യുന്ന പെണ്ണുങ്ങൾ. പുരുഷന്മാരായാലും അത് പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. പലിശ ഇടപാടുകളിൽ നമ്മുടെ നാടുകളിൽ എത്രയാണ് വ്യാപിച്ചു കിടക്കുന്നത്? എല്ലാ അർത്ഥത്തിലും ഹറാമിന്റെ ലോകത്താണ്. പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും കൂടെ നിൽക്കുന്നവരും എല്ലാവരും സാക്ഷി നിൽക്കുന്നവനും ഒക്കെ സമമാണ്. ഒരു ബന്ധം പലിശയിട്ട് പാടില്ല. അല്ലേ?
പലിശ കൊണ്ട് സഹോദരങ്ങളെ, പലിശ കൊണ്ട് വീട് കെട്ടുന്നവർ, ലോൺ എടുത്ത് വീട് കെട്ടുന്നവർ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ലോൺ എടുത്ത് വാഹനം വാങ്ങുന്നവർ, ലോൺ എടുത്ത് മക്കളെ കെട്ടിക്കുന്നവർ, ലോൺ എടുത്തുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നവർ, എത്രയെത്ര രൂപത്തിൽ എത്രയെത്ര ആളുകളെയാണ് കാണുന്നത്. നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാണ്ട്, നോമ്പ് നിൽക്കാണ്ട്, റമദാന വരുന്നേ, വീടൊക്കെ ഒരുങ്ങി, പരിസരമൊക്കെ നന്നായി, റമദാനിന് വേണ്ട എല്ലാ മുന്നൊരുക്കം നടത്തി. റമദാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. എല്ലാ ഫസാദുകളിൽ നിന്നും, എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും കൽബിനെ ശുദ്ധീകരിക്കുന്ന ഒരു മാസം, പുണ്യങ്ങളുടെ പൂക്കാലമായ മാസം. ആ മാസത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം സഹോദരങ്ങളെ. അമലുകൾ കൂമ്പാരമായി ചെയ്തിട്ട് പരലോകത്ത് ചില മനുഷ്യന്മാർ വരുമത്രേ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? കുറെ അമലുകളുമായി വരും. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗത്തിനെ എനിക്കറിയാം. അവരുടെ പ്രത്യേകത യഅ്തൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും. എങ്ങനെയാണ് അവർ വരുന്നത്? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവതത്തിന് സമാനമായ കർമ്മങ്ങളുമായി, തിഹാമ പർവതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും. അവരുടെ കർമ്മങ്ങളുടെ പ്രത്യേകത ബീവന്നത് വെളുവെളുത്തതാണ്, പളുങ്ക് പോലെയുള്ള കർമ്മങ്ങളുമായിട്ട് അവർ വരും. പക്ഷേ ആ കർമ്മങ്ങളുമായി വരുമ്പോ അല്ലാഹു അവരുടെ കർമ്മങ്ങളെ എടുക്കും, എന്നിട്ട് ഹബാഅൻ മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റും. നിസ്കരിച്ചിട്ട് തിഹാമ പർവതത്തിന് സമാനമായി കർമ്മങ്ങൾ ചെയ്തിട്ട് പരലോകത്ത് വരുന്നവന്റെ കർമ്മത്തെ അല്ലാഹ് ഇങ്ങനെ പിടിച്ചിട്ട് ഹബാഅൻ മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബവന്റെ കർമ്മങ്ങളെ മാറ്റും. ആ സമയത്ത് ഖാല സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അൻ ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, ആരാണ് നബിയേ അയാൾ? അയാളുടെ കർമ്മങ്ങൾ എന്തിനാണ് നബിയേ ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റിയത്? എന്തേ റബ്ബേ റസൂലേ, അവർക്ക് പറ്റിയ പിഴവെന്താണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അവരെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ്, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വതുകും മിൻ ജിൽദതികും, അവർ നിങ്ങളുടെ കൂടെയുള്ളവരാണ്, നിങ്ങളുടെ സഹോദരങ്ങളായിരുന്നവർ. അവരുടെ പ്രത്യേകത യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോൾ അവരും രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. രാത്രി തറാവീഹിന് പോയപ്പോൾ നിങ്ങളുടെ കൂടെ തറാവീഹിനുണ്ട്. രാത്രി ഖിയാമുൽ ലൈൽ നിസ്കരിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഖിയാമുൽ ലൈലുണ്ട്. നിങ്ങളുടെ കൂടെ ഇബാദത്തുകൾക്ക് മുന്നിലുണ്ടായിരുന്നവരാണ് അവർ. പക്ഷെ അവർക്ക് പറ്റിയ തെറ്റെന്താണെന്നറിയുമോ? അവർക്ക് പറ്റിയ പിഴവെന്താണെന്നറിയുമോ? വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹകൂഹാ, അവർ നന്മകൾ ധാരാളം ചെയ്തു, ആളുകൾ കാണുന്ന രൂപത്തിൽ നന്മകളൊക്കെ ചെയ്തു. നിസ്കാരം, നോമ്പും സ്വതക്കയും ദാനധർമ്മങ്ങളും എല്ലാം അവരുടെ കൈകളിലുണ്ട്. പക്ഷേ അതിന്റെ കൂടെ അവർ തിന്മകളും ചെയ്തവരാണ്, ഹറാമുകളിൽ വിഹരിച്ചവരാണ്, പലിശ വാങ്ങിയവരാണ്, പലിശ കൊടുത്തവരാണ്, ഹറാമ് ചെയ്തവരാണ്, സിനിമ കണ്ടവരാണ്, സീരിയൽ കണ്ടവരാണ്, സെക്സ് കേസറ്റ് ആസ്വദിച്ചവരാണ്, സെക്സ് വീഡിയോകളുടെ മുന്നിൽ നേരം കഴിച്ചവരാണ്, റീൽസിന്റെയും പിന്നെ ഷോർട്സിന്റെയും ലോകത്ത് സമയം ചെലവിട്ടവരാണ്. എല്ലാ നിലക്കും തിന്മകൾ കണ്ടും ആസ്വദിച്ചും പ്രവർത്തിച്ചും ജീവിച്ചവരാണ്. അവരുടെ കർമ്മങ്ങളാണ് അല്ലാഹ് ചുരുട്ടി പിടിച്ചിട്ട് ഊതിക്കളയുന്നത്, ഹബാഅൻ മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല മനുഷ്യനാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ അർത്ഥത്തിലും കൽബിനെ ശുദ്ധീകരിക്കുക. റമദാനാണല്ലോ വരുന്നത്. ഈ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ്, റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുങ്ങണം നമ്മുടെ മനസ്സുകൊണ്ട്. വീടൊരുങ്ങിയാൽ പോരാ, പരിസരം നന്നായാൽ പോരാ, പള്ളികളിൽ കാർപ്പറ്റ് വിരിച്ചാൽ പോരാ, പള്ളികളിൽ ലൈറ്റുകൾ മാറ്റിയാൽ പോരാ, മിമ്പറുകൾ ശുദ്ധീകരിച്ചാൽ പോരാ, നമ്മുടെ കൽബ് നന്നാവണം. കൽബിന്റെ ശുദ്ധീകരണമാണ് പ്രധാനം. അലാ വ ഇന്ന ഫിൽ ജസദി മുള
മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യന്റെ ഹൃദയം. അസൂയയുള്ള രോഗം, അസൂയ എന്ന രോഗം, പക എന്ന രോഗം, വിദ്വേഷം എന്ന രോഗം, എല്ലാ അർത്ഥത്തിലും നമ്മുടെ കൽബ് രോഗമുള്ള കൽബായി മാറിയിരിക്കുന്നു. അതിൽ നിന്ന് നിഷ്കളങ്കമായി നമ്മൾ പിന്മാറിപ്പോകണം. റമളാനിൽ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ വാശിയുള്ള കൽബ് വേണ്ട, വൈരാഗ്യമുള്ള കൽബ് വേണ്ട, അസൂയയുടെ കൽബ് വേണ്ട. ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. ഒന്ന് അൽ ഈമാൻ, ഈമാനാണ്. രണ്ടാമത്തേത് വൽ ഹസദ്, അസൂയയാണ്. അസൂയയുള്ള കൽബിൽ ഈമാനിന് സ്ഥാനമില്ല, ഈമാനുള്ള കൽബിൽ അസൂയക്കും സ്ഥാനമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കൽബ് എപ്പോഴും ശുദ്ധീകരിക്കുക, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, ആദർശ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, അയൽപ്പക്ക ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ, എല്ലാ ഇബാദത്തുകളിലേക്കും പ്രവേശിക്കുമ്പോ ആളുകൾക്ക് കൊടുക്കാനുള്ളത്, ആളുകളിൽ നിന്ന് കിട്ടാനുള്ളത്, ഇടപാടുകൾ ശുദ്ധീകരിച്ച് നല്ല മനുഷ്യനായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. ആരിൽ നിന്നും ഞാൻ കട്ടെടുത്തിട്ടില്ല, ആരുടെ സമ്പത്തും കൊള്ളയടിച്ചിട്ടില്ല, ഞാൻ ആരെക്കുറിച്ചും ഈബത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ആരെക്കുറിച്ചും നമീമത്ത് പറഞ്ഞിട്ടില്ല, ഒരു തോന്നിവാസങ്ങളും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? അതില്ല എന്നത് സത്യമാണെങ്കിൽ തൗബയിലേക്ക് മടങ്ങിക്കോ, പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. തെറ്റിപ്പിരിഞ്ഞ കുടുംബ ബന്ധങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ വ്യാഴാഴ്ചകളിലും, അതായത് വെള്ളിയാഴ്ച രാവുകളിൽ അള്ളാന്റെ അടുക്കലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ടുപോകും. ഒരുത്തന്റെ കർമ്മമൊഴികെ ഒരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരുടെ കർമ്മമാണെന്നറിയുമോ? ഖാതിഉർ റഹീം, കുടുംബബന്ധം മുറിച്ചവൻ. കുടുംബബന്ധം മുറിച്ചവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. എത്രയെത്ര കുടുംബങ്ങളാണ് ഉമ്മയോട് പിണങ്ങിയവർ, ചേട്ടനോട് പിണങ്ങിയവർ, അനുജനോട് പിണങ്ങിയവർ, കുടുംബാംഗങ്ങളുമായി അകന്നു നിൽക്കുന്നവർ. എന്തിനാ സഹോദരാ വാശി? എന്തിനാ വൈരാഗ്യം? എന്തിനാ? നമുക്കൊന്ന് താഴ്ന്നു കൊടുക്കാം, നമുക്കൊന്ന് വിട്ടുകൊടുക്കാം, നമുക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കാം, നമുക്കൊന്ന് നന്നാവാം. എല്ലാം കേട്ടിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഞാൻ വിട്ടുകൊടുക്കൂല. പലരും വാശിയിലാണ്. മൂപ്പരിന്റെ വാപ്പല്ലേ, മൂപ്പർക്ക് എന്താ അങ്ങോട്ട് വന്നാലേ, ഞാനോ എന്റെ ചേട്ടനല്ലേ, ഓർക്കെന്താ അങ്ങോട്ട് കയറി വന്നാലേ, ഞാനോ എന്റെ അനുജനല്ലേ, എന്താ ഇക്കാക്ക് ഇങ്ങോട്ട് വന്നാലേ. ഈ വാശിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. എന്തേ പ്രശ്നത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അതിരിന്റെ പ്രശ്നമാണ്, കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പ്രശ്നമാണ്, സൽക്കാരത്തിന് നേരം വൈകി വിളിച്ചതിന്റെ പ്രശ്നമാണ്. ഈ ചെറിയ ചെറിയ ചില്ലറ വാശികൾ പിടിച്ചിട്ട് ബന്ധങ്ങളെ അകറ്റുന്നവരെ അമലുകൾ അല്ലാഹു വേണ്ട, അമലുകൾ അല്ലാഹു വേണ്ട. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോ നല്ല മനുഷ്യനായി പ്രവേശിക്കണം, കൽബിനെ ശുദ്ധീകരിക്കണം, മനസ്സിനെ നന്നാക്കണം, എല്ലാ വാശിയും വക്കാണവും ഒഴിവാക്കണം. ഇനി അതല്ല, നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ വാശി പിടിച്ചങ്ങനെ ജീവിക്കുകയാണോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരുമല്ല എന്ന് തിരിച്ചറിയുക. മനുഷ്യൻ ദുർബലനാണെന്ന് തിരിച്ചറിയുക. എന്നിട്ട് നമ്മുടെ ദുർബലത മനസ്സിലാക്കി ഏത് സമയത്തും മരിക്കേണ്ടവനാണോ നമ്മൾ? അല്ല, പണ്ഡിതന്മാര് പറയും, പൊട്ടാനി മുന്തുള്ളി ചെഞ്ചോരക്കട്ടാ, പിന്നെ നീ കാഷ്ടം ചുമന്നോരോ കൊട്ടാ, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ടാ, പറവിനുടലിൻ ബഹുമാനം പൊട്ടാ. ഒരു രക്തക്കെട്ടയായിരുന്ന മനുഷ്യൻ പിന്നീട് വെറും ഒരു കാഷ്ടപ്പെട്ടിയായി ഭൂമിയിൽ ജീവിച്ചിട്ട് അത്രേ ഉള്ളൂ നമ്മളൊന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്നിട്ട് ഇവിടുന്ന് യാത്ര പോകണം. ആറടി മണ്ണിലേക്ക് നമ്മൾ യാത്ര പോകണം. മയ്യത്ത് കെട്ടിലാകുന്ന വാഹനത്തിൽ കയറി പോകണം. ഉമ്മയെ വിട്ടു പോകണം, ഉപ്പാനെ വിട്ടു പോകണം, ചേട്ടനെ വിട്ടു പോകണം, അനുജനെ വിട്ടു പോകണം. എല്ലാരെയും വിട്ടൊരു യാത്ര പോകാനുള്ളതാണ് നമ്മൾ. ഈ യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. നാളേക്ക് വേണ്ടി എന്താ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? തൗഹീദുണ്ടോ? സുന്നത്ത് പിൻപറ്റിയതിന്റെ പ്രതിഫലമുണ്ടോ? ദിക്ർ ചൊല്ലിയതിന്റെ കൂലിയുണ്ടോ? സ്വലാത്ത് വർദ്ധിപ്പിച്ചതിന്റെ പ്രതിഫലമുണ്ടോ? ഇങ്ങനെ എണ്ണി നമ്മുടെ കൽബിനോട് ചോദിക്കണം, എന്റെ കയ്യിൽ എന്തുണ്ട്? എല്ലാം തീർന്നു പോകേണ്ടവനാണ്. അതുകൊണ്ട് എല്ലാ വാശിക്കും വിരാമമിടുക, എല്ലാ വൈരാഗ്യത്തിനും വിരാമമിടുക.
ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല എന്നൊരിക്കലും നമ്മൾ പറയരുത്. ഞാൻ ആർക്കും ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കൂല എന്ന് നമ്മൾ പറയരുത്. മലക്കുൽ മൗത്തിന്റെ മുന്നിൽ താഴുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖ്, കല്ലാ ഇദാ ബലഗത്തിത് തറാഖ്. മനുഷ്യന്റെ ജീവൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയം, തൊണ്ടക്കുഴിയിലേക്ക് ജീവൻ എത്തുന്ന സമയം, അന്ന് വഖീല മൻ റാഖ്, മന്ത്രിക്കാൻ ആരുണ്ട്, ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരുണ്ട്, ഒരു കലിമ ചൊല്ലിത്തരാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന മനസ്സിൽ പ്രകടമാകുന്ന സമയമാണ്. അന്ന് നമുക്ക് ഉമ്മാനെ ഒന്ന് കാണണമെന്നുണ്ട്, അന്ന് വാപ്പാനെ ഒന്ന് കാണണമെന്നുണ്ട്, അന്ന് ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്, അന്ന് അനുജനെ ഒന്ന് കാണണമെന്നുണ്ട്. ആ തൊട്ടടുത്ത അയൽവാസിയോട് വർഷങ്ങളായി പിണക്കത്തിലായിരുന്നു, ഒന്ന് കാണണമെന്നുണ്ട്. കൂടെ പള്ളിയിൽ നിസ്കരിച്ച നമ്മുടെ സഹോദരനെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അന്ന് സക്കറാത്തിന്റെ ഹാലിലാണ്, അന്ന് വിട പറയാനുള്ള സമയമാണ്. അന്ന് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നെഞ്ചിന്റെ ഭാഗം അമർത്തിപ്പിടിച്ചിട്ട് കരയുകയാണ്. വാപ്പാനെ ഉമ്മാനെ കുടുംബത്തെ കാണണമെന്ന് നമ്മുടെ കൽബിന് തോന്നുമ്പോ ഒരുപക്ഷേ മക്കൾ നമ്മുടെ കൈകളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു തരും. ഉപ്പാ ഇതൊന്ന് കുടിക്ക് വാപ്പാ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു സ്നേഹത്തിന്റെ കൈകൾ കൊണ്ട് കൊടുത്ത വെള്ളത്തിൽ നിന്നും നമുക്ക് ശമനമില്ല പ്രിയമുള്ളവരെ, ശമനമില്ല പ്രിയമുള്ളവരെ. മകൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വാപ്പാ ഇത് കഴിഞ്ഞ ആഴ്ച ഡോക്ടർ എഴുതി തന്ന ഗുളികയാണ്, ഇതൊന്ന് കുടിച്ചു നോക്കു വാപ്പാ എന്ന് വാപ്പാനോട് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒരു വിദഗ്ധന്റെ ഗുളിക കൊണ്ടും അന്ന് ശമനമില്ലാത്ത ദിവസമാണ്. കാരണം കണങ്കാലും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, കണ്ണുകൾ മേൽപോട്ട് മറിയുകയാണ്. വിട പറയാനുള്ള സമയമാണ്, യാത്രയാകാനുള്ള സമയമാണ്. അന്ന് നമ്മൾ വിട പറയുകയായി. അല്ലാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മലക്കുൽ മൗത്ത് യാത്രയാകുന്നു. അന്ന് നമ്മൾ ഈ പിണങ്ങി ജീവിച്ചവർ വാശിയും വക്കാണത്തിലൊക്കെയാണ് പോണതെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് എന്ത് വിലണ്ടെന്നാൻ്റെ അടുത്ത് എന്ത് വിലയുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് കൽബിനെ ശുദ്ധീകരിച്ച് ഇബാദത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കി റമദാനിന്റെ എല്ലാ ഖൈറുകളും എല്ലാ ബറക്കത്തുകളും നമ്മൾ നേടിയെടുക്കണം. ഒരു ബറക്കത്തും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ, ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. റമദാനിന്റെ രാത്രികളും റമദാനിന്റെ പകലുകളും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. ആ രൂപത്തിൽ ജീവിച്ച് ഈമാനോട് കൂടി മരിക്കണം. ഒരൊറ്റ ചരിത്രം ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെരുന്നാളിന്റെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സ്വഹാബത്ത് കൂടെയുണ്ട്, കുറച്ച് സ്വഹാബികൾ കൂടെയുണ്ട്. റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ കുറെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന കാഴ്ച കണ്ടു. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് മക്കളെ. നോക്കി നിന്ന് കൗതുകത്തോടെ ആ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുത്ത് നബി കണ്ടത് ഒരു കുട്ടി മാത്രം മാറി നിന്ന് കരയുന്ന ഒരു രംഗമാണ്. ഒരു കുട്ടി മാത്രം മാറി നിന്ന് വിതുമ്പുകയാണ്, കരയുകയാണ്. ആ കുഞ്ഞിനിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തിനാടാ നീ കരയുന്നത്? നിന്റെ കൂട്ടുകാർ നിന്നെ കളിക്കാൻ വിളിക്കാനിട്ടാണോ? ഞാൻ പറയണോ അവരോട് നിന്നെ കളിക്കാൻ കൂട്ടാൻ വേണ്ടി ഞാൻ പറയണോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഈ കുഞ്ഞു മോന് പറഞ്ഞു, റസൂലേ അവരെന്നെ കളിക്കാൻ വിളിക്കാനിട്ടല്ലേ നബിയെ. അവർക്കൊക്കെ നല്ല ഉടുപ്പുകൾ വാങ്ങിക്കൊടുത്തത്, അവർക്കൊക്കെ നല്ല കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തത് അവരുടെ ഉമ്മയും വാപ്പയുമാണ് നബിയെ. എനിക്കെന്റെ ഉമ്മയും വാപ്പയും ഇല്ല നബിയെ. എന്റെ ഉമ്മ മരിച്ചു റസൂലേ, എന്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ. അതുകൊണ്ട് എനിക്കാരുമില്ല റസൂലേ എന്ന് പറയുന്ന കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് ഹബീബിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രണ്ട് മുട്ടും കുത്തി അവിടെ ഇരുന്നു. ആ കുഞ്ഞിനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാർപിടത്തിലേക്ക് അടച്ചു പിടിച്ചിട്ട് തലഭാഗം ഇങ്ങനെ തടവിയിട്ട് ചോദിക്കുന്നു, മോനെ നീ എന്തിനാടാ വിഷമിക്കുന്നത്? നിനക്ക് ഉപ്പാന്റെ സ്ഥാനത്ത് ഞാനില്ലേ? നിനക്ക് ഉമ്മാന്റെ സ്ഥാനത്ത് നിനക്ക് ആയിഷ പോരെ മോനെ എന്ന് ഹബീബായ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രിയമുള്ളവരെ. ഇന്ന് ഈ ഒരു വേദിയിൽ ഈ അവസാന സമയത്ത് ഈ ചരിത്രം ഞാൻ എന്തിനാ ഓർമ്മപ്പെടുത്തിയതെന്നറിയുമോ? ഇന്നിവിടെ പറഞ്ഞ കുറെ വിഷയങ്ങൾ ഒരുപക്ഷെ പലർക്കും ഇഷ്ടമില്ലാത്തതായിരിക്കാം. എന്നാലും പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ ഈ ചരിത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മക്കൾ ഇതുപോലെ ഏതെങ്കിലും ഒരു യതീംഖാനയുടെ തൂണിൽ പിടിച്ച് നമ്മുടെ മക്കളും നമ്മുടെ പേരക്കിടാങ്ങളും വിതുമ്പുന്ന ഒരു ദിവസം വരാനില്ലേ? നമുക്കും അങ്ങനെ ഒരു ദിവസമില്ലേ?
ഉമ്മാന്റെ മയ്യത്തിന്റെ മുകളിൽ കിടന്ന് കുട്ടി കരയുന്ന മക്കൾ കരയുന്ന ദിവസമില്ലേ? വാപ്പാന്റെ മയ്യത്തിന്റെ മുകളിൽ കിടന്ന് മക്കൾ കരയുന്ന ഒരു ദിവസം വരാനില്ലേ? ഉമ്മച്ചിയെ വാപ്പ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ദിവസമില്ലേ? ഉപ്പച്ചിയെ ഉമ്മച്ചി എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മക്കൾക്കും വരാനില്ലേ? അന്ന് നമ്മുടെ മക്കളുടെ ഭക്ഷണം എന്താകും എന്നതല്ല പ്രശ്നം, അന്ന് നമ്മുടെ മക്കളുടെ പാർപ്പിടം എന്ത് എന്നതല്ല പ്രശ്നം. അതിനൊക്കെ നാട്ടിൽ ആളുകളുണ്ട്, സംരക്ഷിക്കാൻ ആളുകളുണ്ട്, യതീംഖാനകളുണ്ട്, സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ മരിച്ചു പോകുന്ന നമ്മുടെ ഖബറിലേക്ക് എന്താ നമ്മൾ നേടിയത്? ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ആ ചോദ്യത്തിനാണ് ഉത്തരം. ആ ഉത്തരമാണ് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിന്റെ തുടക്കത്തിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന ആ വിഷയത്തിന്റെ മർമ്മഭാഗം. ആ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അതിൽ നമുക്ക് പിഴച്ചു പോയാൽ, അതിൽ നമുക്ക് തകരാറ് പറ്റിപ്പോയാൽ നമ്മുടെ എല്ലാം പോയി സഹോദരങ്ങളെ. അതുകൊണ്ട് സംഘടനാ പക്ഷപാതിത്വം വേണ്ട. ദീനിന് പ്രാധാന്യം കൊടുത്തോ, ആദർശത്തിന് പ്രാധാന്യം കൊടുത്തോ, ഖുർആനിൽ എന്തുണ്ടോ, ഹദീസിൽ എന്തുണ്ടോ അതിന് പ്രാധാന്യം കൊടുത്തോ. അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം, സ്വഹാബത്ത് ജീവിച്ചു കാണിച്ചു തന്ന മാർഗം. വമയ്യുശാഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിനെ എതിരെ പ്രവർത്തിക്കുന്നവർ ആരാണോ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഇന്നിവിടെ അവതരിപ്പിച്ചത് ഹുദയാണ്. ആ ഖുർആനിന്റെയും സുന്നത്തുമാകുന്ന ഹുദ. ആ ഹുദ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് എന്നിട്ടും റസൂലുള്ളാഹിക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ സ്വഹാബികളാണ്, സ്വഹാബത്തിന്റേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ അല്ലാഹ് പറയാണ് നുവല്ലിഹി മാ തവല്ലാ, അതിലിങ്ങനെ വാശി പിടിച്ചു നിന്നാൽ അതിലേക്കല്ല അങ്ങനെ തിരിച്ചുവിടും. എന്നിട്ട് വനുസ്ലിഹി ജഹന്നം, അവരെത്തുന്നത് നരകത്തിലായിരിക്കും. വസാഅത് മസീറാ, ആ നരകം എത്ര മോശമായ താവളമാണ്. ഇന്ന് അതാണ് പലരും പറയുന്നത്. ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഉസ്താദേ, ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഉസ്താദേ, സ്വഹാബത്ത് ഇങ്ങനെ ജീവിച്ചതെന്നത് ശരിയാണ് ഉസ്താദേ. പക്ഷേ നമ്മളെ വാപ്പാരും നമ്മളെ കാരണവന്മാരൊക്കെ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പിന്മാറി പോരുക എന്ന വിഷമമാണ് പലർക്കും. സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് ആരും വരൂല, നമ്മുടെ പരലോകത്ത് ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തൗഹീദും സുന്നത്തും, തൗഹീദും ശിർക്കും ബിദ്അത്തുകളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് പ്രമാണത്തിലാണ്. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു, ഹറാമുകളുടെ വിഷയത്തിൽ ഹദീസ് എന്ത് പറഞ്ഞു, ആയത്ത് എന്ത് പഠിപ്പിച്ചു, ഏതാ ഹറാം ഏതാ ഹലാല് ഒക്കെ വേർതിരിച്ച് ഖുർആനും ഹദീസും നമ്മളെ മുന്നിൽ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.